ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയലിലേക്ക് നമുക്ക് പോകാം. എല്ലാ ദിവസത്തെയും പോരാ. ഫസ്റ്റ് എഡിറ്റോറിയൽ അറസ്റ്റ് ആൻഡ് ലിബർട്ടി എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് സുപ്രീം കോർട്ട് ഇപ്പോ നമ്മുടെ പേഴ്സണൽ ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല, രണ്ട് പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അത് മെയിൻലി അരവിന്ദ് കെജ്രിവാളിന്റെ ഇപ്പൊ 2 തവണ അറസ്റ്റ് ചെയ്തല്ല. ED അറസ്റ്റ് ചെയ്തു, ആദ്യം അതിന് ജാമ്യം കൊടുത്തു. അത് കഴിഞ്ഞ് CBI അറസ്റ്റ് ചെയ്തു. അപ്പൊ ഈ അറസ്റ്റുകളിലെല്ലാം 1-2 തവണ കെജ്രിവാളിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ ജാമ്യം രണ്ടാമത്തെ തവണ ജാമ്യം കൊടുത്ത സമയത്ത് സുപ്രീം കോടതിയിലെ ജഡ്ജി ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനെക്കുറിച്ചാണ് സത്യത്തിൽ ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം. ഇതില് ഒരു കാര്യം എന്ന് വെച്ചാൽ PMLA എന്ന് പറയുന്ന ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഒരുപാട് ആൾക്കാർ അറസ്റ്റ് ചെയ്യുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് PMLA. ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടില് PMLA ഒരു കുറെ അമെന്റ്മെന്റ്സ് വരുത്തിയതിനു ശേഷം അതിന് EDക്ക് വളരെ ശക്തമായിട്ടുള്ള പവേഴ്സ് കിട്ടിയാണ് ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനും ഈവൻ ജാമ്യം കിട്ടാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ PMLA കേസിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ആ ഒരു ഒബ്സർവേഷൻസ് വന്നിരിക്കുന്നത്. 2 ഒബ്സർവേഷൻ മെയ്ഡ് ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് ബൈ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാവ് റേസ്ഡ് റിലവന്റ് ഇഷ്യൂസ് കൺസേണിംഗ് പേഴ്സണൽ ലിബർട്ടി. പേഴ്സണൽ ലിബർട്ടി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രധാനപ്പെട്ട ഈ 2 ഒബ്സർവേഷൻസും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ് ഇതിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ പേഴ്സണൽ ലിബർട്ടി അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന സംഭവമാണ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ പേഴ്സണൽ ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യാൻ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഏതറ്റം വരെ പോകാൻ റെഡിയാണ്. അപ്പം അത് ഈ ഒബ്സർവേഷൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഒബ്സർവേഷൻ ഇപ്പൊ 2 മെയിൻ ഒബ്സർവേഷൻസ് ആണ് വന്നത്. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ മണി ലോണ്ടറിംഗിലാണല്ലോ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് മണി ലോണ്ടറിംഗിന്റെ പേരിലാണല്ലോ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ED ഓഫീസർ അറസ്റ്റ് ചെയ്യുമ്പോ, ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോ ഇങ്ങനെയാണ് ഇത് വായിച്ച മനസ്സിലാവും. One concerned the question whether an officer arresting a person on money laundering charges should demonstrate the necessary for arrest for the action to be deemed valid. അതായത് എന്തുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്, ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ അറസ്റ്റ് എസെൻഷ്യൽ ആയിരുന്നോ എന്ന് ഒരു ED ഓഫീസർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് സുപ്രീം കോടതി ഇവര് പരിശോധിക്കാൻ പോണത്. അപ്പം ഈ അറസ്റ്റ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ PMLA ആക്ടിന്റെ അകത്ത് തന്നെ സെക്ഷൻ 19 അകത്ത് പറയുന്നുണ്ട്. സെക്ഷൻ 19 ഓഫ് PMLA സ്പീക്സ് ഓഫ് ദ അറസ്റ്റിംഗ് ഓഫീസർ ബീങ് റിക്വയർഡ് ടു ഹാവ് reason to believe that the person is guilty of money laundering before effecting arrest. ഈ PMLA ആക്ടിന്റെ സെക്ഷൻ 19 തന്നെ പറയുന്നുണ്ട്, ഈ അറസ്റ്റ് ചെയ്യുന്ന ഓഫീസർ ഏത് പേഴ്സണെയാണോ അറസ്റ്റ് ചെയ്യുന്നത് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷമേ അറസ്റ്റ് ചെയ്യാവുള്ളൂ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ സ്വയം ബോധ്യപ്പെട്ടത് മാത്രം പോരാ. സെക്ഷൻ 19 PMLA ആക്ടിന്റെ സെക്ഷൻ 19 അങ്ങനെ സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്വയം ബോധ്യപ്പെടുന്നതോടൊപ്പം ഈ അറസ്റ്റിംഗ് ഓഫീസർ ഈ അറസ്റ്റിന്റെ കാരണം ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതാണ് സുപ്രീം കോർട്ട് ഇനി പരിഗണിക്കാൻ പോണത്. ഇത് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഈ കേസ് പരിഗണിച്ച ഈ കേജ്രിവാളിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച സഞ്ജീവ് ഖന്ന എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിലെ ജഡ്ജി, മൊത്തം 34 ജഡ്ജസ് സുപ്രീം കോടതിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ സഞ്ജീവ് ഖന്ന എന്ന് പറഞ്ഞ ജഡ്ജി ഈ കേസ് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഒരു വിശാല ബെഞ്ചിലേക്ക് ഈ സംഭവം വിട്ടേക്കാണ്. ബെഞ്ച് ഹെഡഡ് ബൈ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഗ്രാൻഡഡ് ഇന്റർവ്യൂ ബെൽ ഫോർ സെക്കൻഡ് ടൈം സിൻസ് ഹിസ് അറസ്റ്റ് മാർച്ച് ഇൻ ദ കോഴ്സ് ഓഫ് ഡിസ്കഷൻ. അതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഒരു സുപ്രീം കോടതിയുടെ തന്നെ ഒരു വലിയ ബെഞ്ചിലേക്ക് ഈ കേസ് റെഫർ ചെയ്തേക്കാണ്. ഇങ്ങനെ ED ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അറസ്റ്റ് എസെൻഷ്യൽ ആയിരുന്നോ എന്ന് ആ ഓഫീസർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. അതിൽ തീരുമാനമൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല, ജസ്റ്റ് വേറൊരു ബെഞ്ചിലേക്ക് അത് വിട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അവര് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ നമ്മളുടെ സുപ്രീം കോർട്ടിന്. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ ബെയില് പലപ്പോഴും ഈ ലോവർ കോർട്ടുകളൊക്കെ ബെയിൽ കൊടുക്കാറുണ്ട് പല കേസിലും. ഈ PMLA കേസിൽ തന്നെ കൊടുക്കാറുണ്ട്. PMLA കേസിൽ മാത്രമല്ല പല കേസിലും ഇത് സംഭവിക്കുന്നുണ്ട്.
ബെയില് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഹയർ കോർട്ടിലേക്ക് പോകുമ്പോൾ ബെയിലിന് സ്റ്റേ ചെയ്യാറുണ്ട്. അത് ഭയങ്കര പേഴ്സണൽ ലിബർട്ടിയിൽ വലിയ പ്രോബ്ലം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ഈ പറഞ്ഞ ഹയർ കോർട്ടുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേ ചെയ്യുന്നത് വളരെ വളരെ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ മാത്രമേ ഒരാളുടെ ബെയില് സ്റ്റേ ചെയ്യാൻ പാടുള്ളൂ എന്നും സുപ്രീം കോർട്ടിന്റെ ഈ സഞ്ജീവ് ഖന്ന അഭിപ്രായപ്പെട്ടേക്കാണ്. അതായത് ബെയില് ഇപ്പൊ ഒരു ലോവർ കോർട്ടോ ഒരു സെഷൻസ് കോർട്ടോ അങ്ങാനും ഒരാൾക്ക് ബെയില് ഗ്രാൻഡ് ചെയ്യുന്നു. ഈ ഗ്രാൻഡ് ചെയ്യപ്പെട്ട ബെയില് ഹയർ കോർട്ടിൽ പോയി അപ്പീൽ ചെയ്യും. ED അതുപോലുള്ള സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ഒക്കെ വളരെ വെഹിമെന്റലി ഒപ്പോസ് ചെയ്യും ഈ ബെയിൽ പ്ലീയെ. അപ്പം ഇത് കണ്ട് പേടിച്ചിട്ടാണെന്ന് അറിഞ്ഞൂടാ ഈ ഹയർ കോർട്ടിലെ ജഡ്ജിമാർ ഈ ബെയില് സ്റ്റേ ചെയ്യാറുണ്ട്. അപ്പൊ എഗെയിൻ ഈ ബെയിൽ ഈസ് ദ നോം എന്നാ പറയുന്നത്. അപ്പൊ ബെയിൽ ഡിനൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ കുറ്റം ചെയ്തിട്ടാത്ത ആളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അൺനെസസറി ആയിട്ട് അയാൾ ജയിലിൽ ഒരുപാട് കാലം കഴിയേണ്ടി വരും. അപ്പൊ അതും എഗെയിൻസ്റ്റ് പേഴ്സണൽ ലിബർട്ടിയാണ്. അപ്പൊ അങ്ങനെ ബെയില് ഡിനൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിനൈ ചെയ്യല്ല ബെയിൽ ഇപ്പൊ സെഷൻസ് കോർട്ട് കൊടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ലോവർ കോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഈ കോർട്ടിന്റെ ബെയിൽ ഓർഡറിന് സ്റ്റേ ചെയ്യാൻ ഹയർ കോർട്ടിന് ഇപ്പൊ ഹൈക്കോർട്ടിനോ അങ്ങനെ റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസിൽ മാത്രമേ അങ്ങനെ ഈ ബെയില് സ്റ്റേ ചെയ്യാവുള്ളൂ എന്നും സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ രണ്ട് ഒബ്സർവേഷൻസും പേഴ്സണൽ ലിബർട്ടി എന്നുള്ള സംഭവം പ്രൊട്ടക്ട് ചെയ്യാൻ സുപ്രീം കോടതി എടുത്ത പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങളായിട്ട് കണ്ടുകൊണ്ടുള്ള എഡിറ്റോറിയലാണ്. ഓക്കെ, ഇതാണ് ഈ എഡിറ്റോറിയലിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എൻ്റെ അകത്ത്. ഇത് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കും ഒരു പക്ഷേ. ഓക്കെ, ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഇൻ സെർച്ച് ഓഫ് ജോബ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇൻ സെർച്ച് ഓഫ് ജോബ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു മോഡി ഗവൺമെന്റ് ഇപ്പോ 2019 to 24 വരെ സെക്കൻഡ് മോഡി ഗവൺമെന്റ് ഭരിച്ചതിന് ശേഷം റീ ഇലക്ഷന് വേണ്ടിയിട്ട് പോയപ്പോൾ അവർ വളരെ കോൺഫിഡന്റ് ആയിരുന്നു ദേ വിൽ വിൻ ദ ഇലക്ഷൻ എന്ന് വിത്ത് അബ്സല്യൂട്ട് മെജോറിറ്റി. But that was not happened and they fell short of majority. They got only 240 seats. Main reasons for that election debacle എന്നൊന്നും പറയാൻ പറ്റില്ല, ബിലോ പാർ പെർഫോമൻസ് എന്നേ പറയാൻ പറ്റൂ. അതിന് കാരണമായിട്ട് പൊതുവെ പറയപ്പെടുന്ന ഒന്ന് ജോബ് പ്രോബ്ലം, ജോബ് അൺഎംപ്ലോയ്മെന്റ്, വേറൊരെണ്ണം ഇൻഫ്ലേഷൻ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ റിസർവേഷൻ എൻഡ് ചെയ്യും എന്നുള്ള പ്രചരണം ഉത്തർപ്രദേശിലൊക്കെ. അതിനുവേണ്ടിയിട്ടാണ് ഒരു 400 സീറ്റ് ആവശ്യപ്പെടുന്നുള്ള പ്രചരണം കോൺഗ്രസിന്റെ വളരെ അല്ലെങ്കിൽ മറ്റു ഒപ്പോസിഷൻ പാർട്ടീസിന്റെ വളരെ ഇഫക്റ്റീവായിട്ട് UP പോലുള്ള സ്റ്റേറ്റുകളിൽ റിഫ്ലക്ട് ചെയ്തു. ഇത് മൂന്നുമാണ്. അപ്പൊ ഈ എഡിറ്റോറിയല് ഇന്നലെ നമ്മൾ എഡിറ്റോറിയൽ ഇൻഫ്ലേഷനെ കുറിച്ചായിരുന്നു. അപ്പോഴും ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇന്നലത്തെ എഡിറ്റോറിയൽ ഇൻഫ്ലേഷനെ കുറിച്ചായിരുന്നു. ഇന്നത്തെ എഡിറ്റോറിയൽ ജോബ് ലാക്ക് ഓഫ് ജോബ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പം നരേന്ദ്രമോദി ഗവൺമെന്റ് തേർഡ് ടൈമിലെ ഫസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോയാണ്. ഫസ്റ്റ് ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ ജൂലൈ 23 അവതരിപ്പിക്കും. ഇന്ന് ജൂലൈ 18 ആണ്. അപ്പം ആ ബഡ്ജറ്റ് വരുമ്പോ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ജോബ് ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഇന്ത്യയിൽ ഒരുപാട് യങ് ആയിട്ടുള്ള ജോബ് സീക്കേഴ്സ് അവരുടെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാണ് അല്ലെങ്കിൽ ഒരു സ്കിൽ അക്യൂർ ചെയ്തവർ പുറത്തിറങ്ങിയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ജോബുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് സർക്കാരിന്റെ മാത്രം പരാജയം കൊണ്ട് മാത്രം എന്നും പറയാൻ പറ്റില്ല. കാര്യം അതുകൂടെ പറയുന്നുണ്ട്. ഇപ്പൊ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഭയങ്കരമായിട്ട് ഉണ്ടായപ്പോ മെക്കനൈസേഷൻ മിക്കവാറുള്ള ഫീൽഡ് വരുന്നു, കുറെ ഫീൽഡിൽ ഓട്ടോമേഷനും വരുന്നു. മെക്കനൈസേഷൻ വന്നാലും ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഈവൻ ഇൻഫോർമൽ ജോബ് കൊടുക്കുന്ന അഗ്രികൾച്ചർ സെക്ടറിൽ പോലും ജോബ് ജനറേഷൻ കുറയാണ്. കാരണം എന്ന് വെച്ചാൽ മെക്കനൈസേഷൻ. ഇനി IT പോലുള്ള മേഖലകളിൽ ഒരുപാട് മാസ്സായിട്ട് നമ്മളുടെ എഞ്ചിനീയേഴ്സിനും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ജോബ് കൊടുക്കുന്ന ഒരു മേഖലയാണ് IT മേഖലയൊക്കെ. അവിടെയൊക്കെ ഓട്ടോമേഷനാണ്. അതുകൊണ്ട് ലാക്ക് ഓഫ് ജോബ് ജനറേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിൻ പ്രശ്നം. ഇതിൽ പിന്നെ ഒരു പറയുന്ന ഒന്ന് രണ്ട് സർവേകളെ പറ്റി പറയുന്നുണ്ട്. ആനുവൽ സർവേ ഓഫ് അൺഇൻകോർപ്പറേറ്റഡ് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു സർവേ ഇപ്പൊ ഇടയ്ക്ക് നടന്നു. ASUSC, ദ ആനുവൽ സർവേ ഓഫ് അൺഇൻകോർപ്പറേറ്റഡ് സെക്ടർ എന്റർപ്രൈസസ്. അവരുടെ സർവേയിൽ പറയുന്ന വെച്ചാല് ഇന്ത്യയില് ഈ അൺഇൻകോർപ്പറേറ്റഡ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഇതൊക്കെ മിക്കവാറും ഫാമിലി റൺ എന്റർപ്രൈസസ് ആയിരിക്കും. അതൊന്നും
ലീഗലി ചിലപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് തന്നെ അൺഇൻകോർപ്പറേറ്റ് എന്ന് പറഞ്ഞത്. അവരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോബ് കൊടുക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ മേഖലയിൽ ഇപ്പം ജോബ് ജനറേഷൻ കുറയുന്നുണ്ട്. അവിടെയും പതുക്കെ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും എല്ലാം സഹായം സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയും ജോബ് ജനറേഷൻ കുറയുന്നുണ്ട്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഒരു റിപ്പോർട്ട് പറയുന്നത് വെച്ചാല് ഇന്ത്യയിലെ അൺഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ ജോബ് ചെയ്യുന്ന ആൾക്കാർ ഏതാണ്ട് 11 കോടി വരുമെന്നാണ്, 11 crore വരുമെന്നാണ്. അത് അഗ്രികൾച്ചർ മേഖലയല്ല. അഗ്രികൾച്ചർ മേഖല അല്ലാത്ത ഈ ഞാൻ പറഞ്ഞില്ലേ രജിസ്റ്റേർഡ് ഒന്നും അല്ലാത്ത സ്ഥാപനങ്ങൾ, നമ്മളുടെ വീടിന്റെ ഒരു ഭാഗത്ത് നടക്കുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകളായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ അതിൽ ഏതാണ്ട് 11 കോടി ആൾക്കാർ ഇന്ത്യയിൽ എൻഗേജ് ചെയ്യുന്നുണ്ടെന്നാണ്. പിന്നെ ILOയുടെ തന്നെ റിപ്പോർട്ടിൽ വാൺ ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം, ഈ ജോബ് സെക്ടറിൽ അല്ലെങ്കിൽ ജോബ് ജനറേഷൻ നോക്കിയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ മാനുഫാക്ചറിങ് സെക്ടറിന്റെ എന്നുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ ഭയങ്കരമായിട്ട് കുറയുന്നു. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, മാനുഫാക്ചറിംഗ് സെക്ടർ എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ജോബ് ജനറേഷൻ അഡിക്വേറ്റ് ആയിട്ട് നടക്കുന്നില്ല എന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ILOയുടെ സർവേ പറയുന്നത്. എസ്പെഷ്യലി ആഫ്റ്റർ COVID-19 പാൻഡമിക്, COVID-19 ശേഷം ഈ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് നോൺ അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള ജോബ് ട്രാൻസിഷൻ കുറയുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ സിറ്റി ബാങ്കിന്റെ ഒരു റിപ്പോർട്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. സിറ്റി ബാങ്കിന്റെ റിപ്പോർട്ടിലും പറയുന്നത് എന്താണ് പറയുന്നത്? സിറ്റി ബാങ്കിന്റെ റിപ്പോർട്ടിലും പറയുന്ന അഡിക്വേറ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പൊ 3 റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഒന്ന് ASUSC എന്ന് പറയുന്ന റിപ്പോർട്ട്, രണ്ടാമത്തെന്ന് പറയുന്നത് ILOയുടെ റിപ്പോർട്ട്, മൂന്നാമത്തെ സിറ്റി ബാങ്കിന്റെ റിപ്പോർട്ട്. ഇതിലെല്ലാത്തിലും സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. പിന്നെ അവർ ഓരോ ഈ സെക്ടറിലെയും ജോബ് ജനറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയില് അഗ്രികൾച്ചർ സെക്ടർ അല്ലാത്ത സാധാ സെക്ടറിൽ, മറ്റ് അഗ്രികൾച്ചർ സെക്ടറിലാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഇപ്പോഴും ഏതാണ്ട് 45% ആൾക്കാർ അഗ്രികൾച്ചർ സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. അതൊഴിച്ച് ബാക്കിയുള്ള സെക്ടറിലെ ജോബ് ജനറേഷൻ നോക്കുമ്പോഴത്തേക്ക് ട്രേഡിങ്ങിൽ 35%, മാനുഫാക്ചറിങ്ങിൽ ഇത്ര ശതമാനം, അങ്ങനെ ശതമാന കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊന്നും നമുക്ക് വേണ്ട. അപ്പൊ എന്തായാലും ഇതിൽ ഈ റിപ്പോർട്ടുകളെല്ലാം പൊതുവെ പറയപ്പെടുന്ന വെച്ചാൽ ഇന്ത്യയിലെ ജോബ് ജനറേഷൻ സിനാരിയോ അത്ര നല്ലതല്ല, കുറച്ച് ഗ്രിമ്മാണ്. നമ്മളുടെ യങ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ജോലികളിലേക്ക് അവർക്ക് കയറാൻ പറ്റുന്നില്ല. ഇപ്പോഴും അഗ്രികൾച്ചർ മേഖലയാണ് കൂടുതൽ പേരും ആശ്രയിക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. അപ്പൊ ഇപ്പൊ ഇനി ബഡ്ജറ്റ് വരികയാണ്. ഈ ബഡ്ജറ്റ് വരുമ്പോൾ ഗവൺമെന്റ് ഈ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ച് കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ, അവരാണല്ലോ ജോബ് ജനറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു മിനിസ്ട്രി എന്ന് പറഞ്ഞ മൻസുഖ് മാണ്ഡവ്യ, അദ്ദേഹം ട്രേഡ് യൂണിയൻസിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഈ ട്രേഡ് യൂണിയൻസിന്റെ മീറ്റിംഗ് വിളിച്ചതൊക്കെ ഒരു നല്ല സൈനാണ്. സാധാരണ ട്രേഡ് യൂണിയൻസിനെയൊക്കെ ഗവൺമെന്റ് എൻഗേജ് ചെയ്യുന്ന വളരെ അപൂർവമായിട്ടാണ്. നല്ല ഒരു സൈനാണ്. അതുപോലെ ഗവൺമെന്റ് ലേബർ കോഡ്സ് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ലേബർ കോഡ്സ് നടപ്പാക്കുന്നത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാതെ, ലേബർ കോഡ്സ് നടപ്പാക്കുന്ന ഒരു വിധത്തിൽ നല്ലതാണ്, വലിയ ഫ്ലോസ് ഒന്നും ഇല്ല, നടപ്പാക്കണം. എന്നാലേ ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്രൂവ് ആവുള്ളൂ. എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്? ഇങ്ങനെ റാങ്കിങ് തന്നെയുണ്ട്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്. ഇത് വേൾഡ് ബാങ്ക് ഉണ്ടാക്കുന്നതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഉണ്ടാക്കുന്നവരാണ് വേൾഡ് ബാങ്ക് ആണ്. അപ്പൊ വേൾഡ് ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ടിൽ ഇന്ത്യ റീസെന്റ് ഭയങ്കര വലിയ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. എനിക്കത് അവസാനം 2022 അങ്ങനെയാണ് വേൾഡ് ബാങ്ക് റാങ്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ എന്തോ കാരണം കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുവരെ ഇന്ത്യ കഴിഞ്ഞ ഒരു 4-5 വർഷം കൊണ്ട് വലിയ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ഇനി ഫർദർ ആയിട്ട് നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിലൊക്കെ ഗ്ലോബലി വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ലേബർ കോഡ്സ് നടപ്പാക്കണം. ലേബർ കോഡ്സ് നടപ്പാക്കുമ്പോഴത്തേക്ക് കൂടുതൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടാവുന്ന പറയപ്പെടുന്നത്. അപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടായ വേൾഡിലെ പല കമ്പനീസ് ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് വരും. അപ്പൊ കൂടുതലായിട്ട് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഒക്കെ നടക്കും. പക്ഷെ അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാതെ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, എംപ്ലോയ്മെന്റ് യൂണിയൻസ്, ഈ പറഞ്ഞ ലേബർ യൂണിയൻസ് ആവാം, ഇവരെല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകളാവാം. അപ്പം കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ പുലർത്തണം. അതിൽ ഈ ബഡ്ജറ്റിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാവണം. അതൊക്കെയാണ് ഈ സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾസിലേക്ക് പോകുമ്പോൾ ഒരു ആർട്ടിക്കിൾ ചൂസിങ് ദ റൈറ്റ് ട്രാക്ക് ടു കട്ട് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് എന്ന് പറയുന്ന ഹാർവസ്റ്റ് ലോസസ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഇതിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ ഹാർവസ്റ്റിങ്ങിന് ശേഷം ഉണ്ടാകുന്ന ഫുഡ് ഗ്രെയിൻ ലോസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് മുമ്പേ എനിക്ക് അറിയാൻ കാര്യം, ഞാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ കുറെ കാലം വർക്ക് ചെയ്യുമ്പോൾ അവിടെ ട്രാൻസിറ്റ് ലോസും
അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, സ്റ്റോറേജ് ലോസും ഒക്കെ ഉണ്ട്. അപ്പം അത് എത്ര ക്രോഴ്സിന്റെ ലോസ് ആണ് ഒരു വർഷം എഫ്സിയിൽ മാത്രം നടക്കുന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ അതിനേക്കാളും ഭീകരമാണ് മറ്റു പല സെക്ടറിൽ പെരിഷബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, നമുക്ക് വെജിറ്റബിൾസ് അങ്ങനെയുള്ള സംഭവങ്ങൾ, അതിലൊക്കെ ഉണ്ടാകുന്ന ലോസ് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 1,52,790 കോടി രൂപ, 1,52,790 ക്രോഡ്സിന്റെ ഫുഡ് ഗ്രെയിൻസ് ലോസ് ആണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഫുഡ് ഐറ്റംസിന്റെ ലോസ് ആണെന്നാണ് പറയുന്നത്. അതൊരു കണക്കാണ്. അപ്പൊ ഇത് എസ്പെഷ്യലി പെരിഷബിൾ ഗുഡ്സിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാവുന്ന പറയുന്നത്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്, ഫിഷ്, മീറ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം എടുത്ത് നോക്കിയാൽ എഗ്സ്, ഫിഷ് ആൻഡ് മീറ്റിന്റെ ഉണ്ടാക്കുന്നതിന് 22% വേസ്റ്റ് ആയി പോകുന്നു. ആലോചിച്ച് നോക്കി, പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 22% വേസ്റ്റ് ആയി പോകുന്നു. ഫ്രൂട്ട്സ് ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 19% വേസ്റ്റ് ആയി പോകുന്നു. വെജിറ്റബിൾസ് ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 18% വേസ്റ്റ് ആയി പോകുന്നു. അപ്പൊ ഇതിന് നമ്മൾ വേറൊരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തണം. ഈ വേസ്റ്റ് ആയി പോകുന്നതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ടും സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ്. പെരിഷബിൾ ഗുഡ്സിന് എന്ത് വേണം? ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള സംഭവങ്ങളിൽ വേണം അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അപ്പോൾ അത് പാഴായി പോകത്തില്ല. ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്തുനിന്ന് പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കുറെ വേസ്റ്റ് ആയി പോകും. ഇതൊക്കെയാണ് ഒരു കാര്യം. ഇതിനെ വേറൊരു കാര്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന ഫുഡ് ഇൻഫ്ലേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഫുഡ് ഇൻഫ്ലേഷനിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞത് വെജിറ്റബിൾസിന്റെ ഇൻഫ്ലേഷനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ വെജിറ്റബിൾസിന്റെ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം ഈ നമ്മളുടെ ഹീറ്റ് വേവ്സ് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് കൊണ്ട് അത് ഈ ക്രോപ്പ് തന്നെ നശിച്ചു പോവുകയാണ്. അതിന്റെ കൂടെ ഉത്പാദിപ്പിക്കുന്നതിൽ 18% ഇങ്ങനെ നശിച്ചു പോയാണ് വെജിറ്റബിൾസിലൊക്കെ. അപ്പൊ നമ്മൾ ഫുഡ് സെക്യൂരിറ്റി അത് ബാധിക്കത്തില്ലേ? ഫുഡ് സെക്യൂരിറ്റിയെ ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഫുഡ് ഇൻഫ്ലേഷൻ കൂടത്തില്ലേ? അപ്പൊ അതൊരു പ്രോബ്ലം ആണ്. അപ്പൊ നമ്മള് ഇതില് വേറൊരു കാര്യം, നമ്മളെ ഫുഡ്, ഞാനിപ്പോ പറഞ്ഞില്ലേ ഞാൻ വർക്ക് ചെയ്ത ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഓഫീസറായിട്ടാണ് കുറെ കാലം. എന്നിട്ട് അത് ഞാൻ വീഡിയോ ആയിരുന്നു. അപ്പൊ നമ്മള് ഇതിൽ എഫ്സിയുടെ കാര്യം എടുത്തു പറഞ്ഞത്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഫുഡ് ഗ്രെയിൻ മൂവ്മെന്റിന്റെ, ഇന്ത്യയിലെ ഫുഡ് ഗ്രെയിൻ മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ നടന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. ആ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവരുടെ മൊത്തം ട്രാൻസ്പോർട്ടേഷന്റെ 90% റെയിൽവേ വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫുഡ് ഗ്രെയിൻസ്. റെയിൽവേ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ സാഡ്ലി ഇന്ത്യയിൽ ഇത്രയും പെരിഷബിൾ ആയിട്ടുള്ള ഈ ഫുഡ് ഗ്രെയിൻസ്, ഈ പറഞ്ഞ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിൽക്കും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, എഗ്ഗും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് 97% റോഡ് വഴിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 97% റോഡ് വഴിയാണ്. അപ്പൊ അതിന് രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, റെയിൽവേയുടെ അത്രയും ഇഫക്റ്റീവായിട്ട് ടൈം ബൗണ്ട് ആയിട്ട് ഇതിന്റെ ഡെസ്റ്റിൻ ലൊക്കേഷൻസിലേക്ക് റീച്ച് ചെയ്യാൻ ഈ റോഡ് ട്രാൻസ്പോർട്ടേഷന് കഴിയത്തില്ല. രണ്ടാമതായിട്ട് അതിനൊരു എൻവയോൺമെന്റൽ കോൺസിക്വൻസും ഉണ്ട്. ഈ റെയിൽവേ, ഒരു സ്റ്റഡി പറയുന്നത് റെയിൽവേ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ വഴി 80% നമ്മളുടെ ഇപ്പോഴത്തെ കാർബൺ എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ, അതായത് ഈ പറയുന്നുണ്ട് 80% കാർബൺ എമിഷൻ. റോഡ് വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പെട്രോൾ ഡീസൽ കത്തിച്ചല്ലേ പോകുന്നത്. റെയിൽവേ മിക്കവാറും എന്തായിരിക്കും, ഇലക്ട്രിഫൈഡ് ആണ്. അപ്പോൾ 80% ഈ കാർബൺ എമിഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു എൻവയോൺമെന്റ് ഗുണമുണ്ട്. റെയിൽവേ ഈ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ ട്രാൻസ്പോർട്ട്, ഈ പെരിഷബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവര് പറയുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേ ചെയ്തുകൊണ്ടിരിക്കുന്ന. ഈ കോവിഡ് സമയത്തൊക്കെ അവര് പരീക്ഷിച്ച് വിജയിച്ച സംഭവങ്ങളാണ്. പക്ഷെ അതിലൊക്കെ ഇനി കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇപ്പൊ തന്നെ ഈ മിൽക്ക് അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസ് ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ റെയിൽവേയുടെ വാഗൺസ് എന്തായിരിക്കണം, കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ളതായിരിക്കണം. അങ്ങനത്തെ വാഗൺസ് ഇപ്പൊ റെയിൽവേക്ക് ഉണ്ട്, അത് കൂടുതലായിട്ട് ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഇപ്പം വരാൻ പോകുന്ന ബഡ്ജറ്റിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒക്കെ കൂടുതലായിട്ട് ഈ മേഖലയിലേക്ക് ഈ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻസെന്റീവ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നല്ല അഡ്വാൻസ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഈ ഫുഡ് ഗ്രെയിൻസ് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ലോസസ് കുറച്ച് നമുക്ക് ഈ കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഇൻഫ്ലേഷൻ ഉൾപ്പെടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് റെയിൽവേയുടെ ചില ഇനിഷ്യേറ്റീവ്സിന്റെ പേരുണ്ടായിരുന്നു. അതെവിടെയാണെന്നാണ് ഞാൻ നോക്കുന്നത്, എവിടെ കണ്ടായിരുന്നു. കിസാൻ റെയിൽ, റെയിൽവേയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് കിസാൻ റെയിൽ എന്ന് പറയുന്ന സംഭവം.
ഈ കിസാൻ റെയിൽ സംവിധാനം എനിക്ക് തോന്നുന്നു ഒരു 2 ബഡ്ജറ്റ് മുമ്പം കണ്ടാണ് കിസാൻ റെയിൽവേ സംവിധാനം ഇന്ത്യയിൽ വരുന്നത്. ഈ കിസാൻ റെയിൽ എന്ന് പറഞ്ഞാൽ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസും മറ്റ് കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന ഫുഡ് ഗ്രെയിൻസും മറ്റ് ഈ വെജിറ്റബിൾസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ള ട്രെയിൻസ് ആണ്. അതിലിപ്പം വെജിറ്റബിൾസ് ആണ് കൊണ്ടുവന്നെങ്കിൽ അതിൽ ഈ പറഞ്ഞ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി എല്ലാം കാണും. ഇത്തരത്തിലുള്ള കിസാൻ റെയിൽ സംവിധാനം വന്നതുകൊണ്ടും ഉള്ള ഗുണം ഇവിടെ പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ഈ ഗ്രേപ്സ് ഗ്രോവേഴ്സ്, മുന്തിരി എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ അവര് ഓരോ ക്വിന്റൽ ഗ്രേപ്പ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഈ കിസാൻ റെയിൽ വഴി ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും 5,000 rupees വെച്ച് പ്രോഫിറ്റ് നേടി. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് 100 ക്വിന്റൽ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 × 5,000 പ്രോഫിറ്റ് ആയിരുന്നു ഈ കിസാൻ റെയിൽ വഴി ട്രാൻസ്പോർട്ട് ചെയ്തപ്പോൾ. അങ്ങനെയുള്ള റെയിൽവേയുടെ ഇനിഷ്യേറ്റീവ്സ് കൂടുതൽ വ്യാപകമാക്കി കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് ഒരുപാട് ഗുണമുണ്ടാവും. കർഷകരുടെ ഇൻകം ഡബിൾ ആക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ഡബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ലോജിസ്റ്റിക്സും അതേ രീതിയിൽ ഇംപ്രൂവ് ചെയ്യേണ്ടി വരും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ ഈ ആർട്ടിക്കിൾ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ കുറച്ചുകൂടെ വേറെ രീതിയിലുള്ള ഡിസ്കസ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി ആസ് ടാക്സ് ഡെവല്യൂഷൻ ക്രൈറ്റീരിയൻ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇത് ഫിനാൻസ് കമ്മീഷൻ സ്റ്റേറ്റുകൾക്ക് ഈ ടാക്സ് ഡെവല്യൂഷൻ നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അതിന്റെ ആർട്ടിക്കിൾസ് 2-3 നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ടാക്സ് ഡെവല്യൂഷൻ നടത്തുമ്പം ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട പരാതി ഹൈ ഇൻകം സ്റ്റേറ്റുകൾ, ഇന്ത്യയിലെ ഹൈ ഇൻകം സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്, കർണാടക, കേരള ഇതുപോലുള്ള സ്റ്റേറ്റുകളാണ്. അപ്പൊ ഈ ഹൈ ഇൻകം സ്റ്റേറ്റുകൾ പല കാരണങ്ങൾ കൊണ്ട് അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് മിക്കവാറും ഒക്കെ അവരുടെ ടാക്സിൽ നിന്ന് തന്നെ ആയിരിക്കും. അവരുടെ GDP to ടാക്സ് റേഷ്യോ GSDP to ടാക്സ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഹൈ ആയിരിക്കും. അപ്പൊ അവർക്ക് ആ ടാക്സ് വെച്ചാണ് തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അതേസമയത്ത് ഇന്ത്യയിലെ പൂറർ സ്റ്റേറ്റുകളിൽ ഈ പറഞ്ഞ ടാക്സ് ടു GDP റേഷ്യോ കുറവായിരിക്കും. അപ്പൊ അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ അവരുടെ ടാക്സ് കൊണ്ട് മാത്രം പറ്റത്തില്ല. അപ്പൊ കൂടുതലായിട്ട് ഒരു ഡിപ്പെൻഡ് ചെയ്യുന്നത് യൂണിയൻ ഗവൺമെന്റിൽ നിന്നുള്ള ഈ റിസോഴ്സസിലായിരിക്കും. അപ്പൊ ഒരു പരാതി വരുന്നു, ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ വളരെ നല്ല രീതിയിൽ അവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഹൈ പെർഫോമിംഗ് സ്റ്റേറ്റുകളായിട്ട് മാറുന്നത്. അപ്പം ഈ സ്റ്റേറ്റുകൾക്ക് ഒരു വേണ്ട പരിഗണന ഈ ഫിനാൻസ് കമ്മീഷൻ വഴി സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഈ ടാക്സ് ഡെവല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഈ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ടാക്സ് എടുത്താണ് ലോ പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റുകളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇൻജസ്റ്റിസ് ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഡിസ്കഷൻ, എസ്പെഷ്യലി തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്ററൊക്കെയാണ് അത്തരത്തിലുള്ള ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്തത്. അപ്പം ഇപ്പോൾ ഒരു പുതിയ ഫിനാൻസ് കമ്മീഷൻ 16ാം ഫിനാൻസ് കമ്മീഷൻ വന്നേക്കാണ്. അവരെ ടേംസ് ഓഫ് റെഫറൻസിൽ ഇതും കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ് ഈ ആർട്ടിക്കിൾസ് ഒക്കെ വരുന്നത്. ഇതിപ്പം വേറെ രീതിയിൽ അത് ഡിസ്കസ് ചെയ്തേക്കുന്നു. പക്ഷെ ഇത് പ്യൂർലി എക്കണോമിക്സ് ആണ്. അത് അത്രയും ഡീപ്പായിട്ട് പറഞ്ഞു തരാനും എനിക്കറിയത്തില്ല. ഓക്കെ. പിന്നെ വേറൊരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞത് പ്രോബ്ലം വിത്ത് സബ്കാസ്റ്റ് റിസർവേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മുടെ OBCക്കകത്ത് സബ് കാറ്റഗറൈസേഷൻ ഉണ്ട്. OBC ഉണ്ടല്ലോ, അതർ ബാക്ക്വേർഡ് കാസ്റ്റുകൾ. ഈ അതർ ബാക്ക്വേർഡ് കാസ്റ്റിന്റെ അകത്ത് സബ് കാറ്റഗറൈസേഷൻ ഉണ്ട്. അതാണ് ബീഹാർ പോലത്തെ സ്റ്റേറ്റുകളിലൊക്കെ EBC റിസർവേഷൻ ഒക്കെ ഉണ്ട്. OBC അതർ ബാക്ക്വേർഡ് കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ EBC എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റുകളാണ്. അപ്പൊ OBCക്കകത്തുള്ള EBCസിനെ കണ്ടെത്തിയിട്ട് അവർക്ക് സ്പെഷ്യൽ റിസർവേഷനും ഒക്കെ സബ് കാറ്റഗറൈസേഷൻ ഒക്കെ നടപ്പാക്കുന്നുണ്ട് പല സ്റ്റേറ്റുകളിലും. പക്ഷേ അത് മാത്രമല്ല, ഇതിനകത്ത് ക്രീമി ലെയർ സംവിധാനവും ഉണ്ട്. നിങ്ങൾക്കറിയാം ക്രീമി ലെയർ എന്ന് പറയുന്ന സംവിധാനവും ഉണ്ട്. ക്രീമി ലെയർ സംവിധാനത്തിൽ എന്താണ്, ഈ OBCക്കകത്ത് ക്രീമി ലെയർ, അതായത് ഒരു വർഷം 8 ലക്ഷം രൂപയൊക്കെയാണ് പല സ്റ്റേറ്റുകളിലും ക്രീമി ലെയർ എന്ന് പറയുന്ന ആൾക്കാർക്കുള്ളത്. അപ്പം 8 ലക്ഷം രൂപ കൂടുതൽ വരുമാനമൊക്കെ ഇപ്പം നമ്മളുടെ പേരൻസിനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിസർവേഷൻ കിട്ടത്തില്ല OBC ആണെങ്കിലും. അതാണ് ക്രീമി ലെയർ സംവിധാനം എന്ന് പറയുന്നത്. ഇതെല്ലാം OBC റിസർവേഷൻ്റെ അത് ഉണ്ട്. പക്ഷേ SC/ST റിസർവേഷന്റെ കേസ് വരുമ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഈസ് നോ സബ് കാറ്റഗറൈസേഷൻ. SC/ST റിസർവേഷന്റെ അകത്ത് നോ സബ് കാറ്റഗറൈസേഷൻ. അതായത് SCയിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര കാസ്റ്റുകളുണ്ട് SCക്കകത്ത്?
പക്ഷെ ചില SC കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ, ചില SC കാസ്റ്റ് മൊത്തത്തിൽ ചിലപ്പോൾ സോഷ്യലി കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും. ഭയങ്കര അഡ്വാൻസ്ഡ് ഒന്നും അല്ലെങ്കിൽ ആസ് കമ്പയർഡ് ടു അതർ SC കാസ്റ്റ് ഇൻ കേരള. സം SC കാസ്റ്റ് വിൽ ബി മോർ പ്രോഗ്രസ് ഇൻ മെനി ആസ്പെക്ട്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, ജോബ് എക്സെട്ര. പക്ഷെ മറ്റ് SC കാസ്റ്റുകൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാളും താഴെ ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? റിസർവേഷൻ കിട്ടുമ്പോൾ SCക്കും ഒറ്റ റിസർവേഷനേ ഉള്ളൂ, അല്ലാതെ അതിലൊരു സബ് കാറ്റഗറൈസേഷൻ ഇല്ല. അപ്പൊ ഇതിലെ സോഷ്യലി ഇപ്പൊ കേരളത്തിൽ തന്നെ പുലയ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SC റിസർവേഷന്റെ അകത്ത് മാക്സിമം കിട്ടുന്ന അവർക്കാണ്. കാര്യം എന്താണ്? എമംഗ് SCs in Kerala, Pulaya community is more socially advanced, socially and economically advanced. അപ്പോൾ സ്വാഭാവികമായിട്ടും മേജർ ചങ്ക് ഓഫ് SC റിസർവേഷൻ വിൽ ഗോ ടു പുലയ കമ്മ്യൂണിറ്റി. മറ്റേ SC കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്കെല്ലാം ഈ പ്രോപ്പർ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കിട്ടത്തില്ല. അപ്പൊ അവർ എന്ന് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ട് തന്നെ തുടരും. അപ്പൊ ഇത് എഗെയിൻസ്റ്റ് ദ വെരി കോൺസെപ്റ്റ് ഓഫ് റിസർവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് SC കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ആൾക്കാരുടെ പിന്നീട് ഡിമാൻഡ് വന്നു, ദർ ഷുഡ് ബി സബ് കാറ്റഗറൈസേഷൻ. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഇതിലെ വെൽ ഓഫ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് ഇപ്പൊ മൊത്തത്തിൽ SCക്ക് 15% റിസർവേഷൻ ആണ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഉള്ളതെന്ന് കരുതിക്കും. അതിൽ പറയാ ഇത്ര ശതമാനമേ കൊടുക്കുകയുള്ളൂ പുലയ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക്, ബാക്കി ഇത്ര ശതമാനം അതിൽ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്ത ആ കമ്മ്യൂണിറ്റിയിലുള്ള SC കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അങ്ങനെ സബ് കാറ്റഗറൈസ് ചെയ്യുക. അതാണ് ഈ സബ് കാറ്റഗറൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ വിഷയം എനിക്ക് തോന്നുന്നുള്ള കാര്യം, ഈ സബ് കാറ്റഗറൈസേഷനെക്കാളും പ്രോബ്ലം SC റിസർവേഷനിലെ പ്രോബ്ലം അതിലൊരു ക്രീമി ലെയർ സംവിധാനം ഇല്ല എന്നുള്ളതാണ്. OBC റിസർവേഷന്റെ കാര്യത്തിൽ there is ക്രീമി ലെയർ. പക്ഷേ ഇപ്പൊ എന്റെ കൂടെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചാണ്. എന്റെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ അന്ന് കസ്റ്റംസിൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. കസ്റ്റംസിൽ SC ആണ് പുള്ളി. അമ്മ കോളേജ് പ്രൊഫസർ, അനിയത്തി ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. ഈ ചേട്ടൻ, അതായത് എൻ്റെ കൂടെ പഠിച്ചവൻ, ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് നമ്മളെല്ലാവരും പഠിച്ചത്. പക്ഷേ പുള്ളിക്ക് സർക്കാരിൽ നിന്ന് ഇങ്ങോട്ട് പൈസ കിട്ടുക. പക്ഷെ എൻ്റെ അച്ഛന് ഒരു സാധാരണ സ്കൂൾ ടീച്ചർ മാത്രമാണ്, അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ലാതെ. അപ്പൊ എനിക്കുള്ള 3 ഇരട്ടി വരുമാനം അവരുടെ വീട്ടിലുണ്ടായിരുന്നിട്ടും പുള്ളിക്ക് റിസർവേഷൻ ബെനിഫിറ്റ് കിട്ടുന്നു. അതേ സമയത്ത് SCക്കകത്തുള്ള പാവപ്പെട്ടവൻ ആ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പൊ ഇവര് വെൽ ഓഫ് ആണ്, അവർ ഏറ്റവും മികച്ച ട്രിവാൻഡ്രത്തെ സ്കൂളിലാണ് പഠിച്ചത്, കോളേജിൽ ഏറ്റവും മികച്ച പഠിക്കുന്നു. സോ ദേ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ജോബ് ബിക്കോസ് ഓഫ് ദ reservation. But at the same time, a poor man who is entitled for this reservation is not getting that because of these creamy layer people in SC category. അപ്പൊ SC കാറ്റഗറിയിലും കൂടെ ക്രീമി ലെയർ സംവിധാനം കൊണ്ടുവരണമെന്നായിരിക്കും ഇതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നി. അത് ഇതിന്റെ അകത്ത് പറയുന്നില്ല, ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. OBCക്കകത്ത് ക്രീമി ലെയർ സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിലെ സമ്പന്നരായ ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് അതിലെ പാവപ്പെട്ട ആൾക്കാർക്ക് റിസർവേഷൻ കൊടുക്കുന്ന ക്രീമി ലെയർ സംവിധാനം ഉള്ളതുകൊണ്ട് SCക്കകത്ത് കൊണ്ടുവന്ന എന്താ പ്രശ്നം? SCയിലെ വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാർ, ഗവൺമെന്റ് ജോബ് ഉള്ള ആൾക്കാരുടെ മക്കൾക്ക് വർഷം 10 ലക്ഷം, 12 ലക്ഷം, 15 ലക്ഷം രൂപ ഗവൺമെന്റ് സാലറി കിട്ടുന്ന ആൾക്കാരുടെ മക്കളൊക്കെ എന്തിനാണ് വീണ്ടും റിസർവേഷൻ കൊടുക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അതെടുത്ത് മാറ്റുമ്പോൾ തന്നെ അത് നല്ല കാര്യമല്ലേ? പക്ഷെ അതും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇതിൽ ഫുൾ അവർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സബ് കാറ്റഗറൈസേഷനെ കുറിച്ചാണ്. ഓക്കെ, OBCയിൽ പോലത്തെ സബ് കാറ്റഗറൈസേഷൻ SC കൊണ്ടുവന്നാൽ ക്രീമി ലെയർ സംവിധാനം SCക്കകത്ത് കൊണ്ടുവരണം. അപ്പോഴേ പ്യൂർലി അത് സോഷ്യൽ ജസ്റ്റിസ് അതിലെ SCയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നേപ്പാൾസ് ഗവൺമെന്റ്സ് ആർ ദ മോസ്റ്റ് അൺസ്റ്റേബിൾ ഇൻ ദ വേൾഡ്. അത് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു എഡിറ്റോറിയൽ തന്നെ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത. നേപ്പാളിൽ ഇപ്പൊ പുഷ്പ കമൽ ദഖൽ അല്ലെങ്കിൽ പ്രചണ്ഡ ആയിരുന്നു നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ. പ്രചണ്ഡ ഇപ്പോ അവിടുത്തെ കോalition പൊളിറ്റിക്സിൽ പുറത്തായി. KP ശർമ്മ ഒലി അവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നു. അവിടെ കഴിഞ്ഞൊരു 10 വർഷം എടുത്തു നോക്കിയാൽ 1-2 വർഷം കൂടുമ്പോൾ ഇങ്ങനെ പ്രൈം മിനിസ്റ്റേഴ്സ് മാറിക്കൊണ്ടിരിക്കുക. ലോകത്തിൽ തന്നെ ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റുകളുള്ള ഒരു രാജ്യം നേപ്പാളാണ്. അത് കുറച്ച് 2 സ്റ്റേബിൾ ആയി കൊടുത്താൽ അവര് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യങ്ങളുടെ ടേബിളും നേപ്പാളിലെ ഡിഫറെന്റ് ഗവൺമെന്റുകളുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 1990 തൊട്ട് 2024 വരെ 30 ഗവൺമെന്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 30 ഗവൺമെന്റ്സ്. 1990 തൊട്ട് 2024 വരുമ്പോൾ 34 ഇയേഴ്സ് ആയതുള്ളൂ. ആ 34 ഇയേഴ്സിനകത്ത് വെച്ച് 30 ഗവൺമെന്റ്സ്. ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി ഇയർ ദർ വിൽ ബി 1 ന്യൂ ഗവൺമെന്റ്. ആവറേജ് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ അത് നമ്മൾ തൊട്ടടുത്തുള്ള രാജ്യമാണ്. നമ്മളുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവിന്റെ ഒരു ബെനിഫിഷ്യറിയാണ്. Any internal turbulences inside the Nepal will definitely affect our internal security also because of the fact that Nepal is sharing a big boundary with India. ബീഹാറുമായിട്ടും ഒക്കെ അവർക്ക് വലിയ ബൗണ്ടറി ഉണ്ട്. അപ്പൊ അവിടുത്തെ ഇന്റേണൽ പൊളിറ്റിക്സിലെ പ്രോബ്ലംസ്, ഇന്റേണൽ ടർബുലൻസസ്, എവറിത്തിങ് വിൽ അഫക്ട് ഇന്ത്യ ഓൾസോ. അപ്പൊ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ.
നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഓൺ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. ഇതും നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ റീസെന്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ ലെജിസ്ലേച്ചർ നോക്കിയാലും ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തെ പ്രശ്നമല്ല. പഞ്ചായത്ത് രാജിൽ ഓൾറെഡി റിസർവേഷൻ ഉണ്ട് ഫോർ വിമൻ. എല്ലാ സ്റ്റേറ്റിലും മിനിമം 33% റിസർവേഷൻ ഈസ് ദർ ഫോർ വിമൻ ഇൻ പഞ്ചായത്തി രാജ് സിസ്റ്റം. But in parliamentary system, there was no reservation in India. That's why women are not adequately represented in various legislative assemblies and in Lok Sabha. Okay, so recently, Government of India decided to bring a legislation for providing reservation to women in parliament and also in legislative assemblies. And they brought a constitutional amendment, that is 106th constitutional amendment of India. ആ മെത്തേഡില് അങ്ങനെ ചെയ്തിട്ട് എന്താ ചെയ്തു? 33% റിസർവേഷൻ ഇന്ത്യയിലെ ലോക്സഭയിലും ഇന്ത്യയിലെ വേരിയസ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും വിമനിന് പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനെയാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയം. അതുവഴി 33% റിസർവേഷൻ. ബട്ട് ദ പ്രോബ്ലം ഈസ് this will be implemented in India after completing the delimitation process. After completing the delimitation process. Delimitation process can happen only after 2026 because after a constitutional amendment in 2001 or 2, I forgot that year, India decided to freeze the delimitation process up to the year of 2026. അപ്പോൾ വൺസ് 2026 കഴിഞ്ഞാലേ ഡീലിമിറ്റേഷൻ പ്രോസസ് ഇന്ത്യയിൽ നടത്താൻ പറ്റും. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി 2026 വരെ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞ പരിപാടി സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ എണ്ണം നിർണ്ണയിക്കുന്നത്. കാര്യം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ത്യയിലെ ലോക്സഭാ സീറ്റുകളായിരുന്നാലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ MLA-മാരുടെ എണ്ണമായിരുന്നാലും എല്ലാം പോപ്പുലേഷൻ അനുസരിച്ചാണ് വരേണ്ട. അപ്പം പോപ്പുലേഷൻ അനുസരിച്ച് അല്ല ഇപ്പൊ ഇന്ത്യയിൽ കാര്യങ്ങൾ നടക്കുന്നത്. കാര്യം ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടി, അതനുസരിച്ച് ഇന്ത്യയിലെ MLA-മാരുടെ എണ്ണമോ MP-മാരുടെ എണ്ണമോ മാറിയിട്ടില്ല. ദാറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ്. സോ ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കണ്ടക്ട് എ ഡീലിമിറ്റേഷൻ എക്സർസൈസ് in 2026 or after that only we can conduct delimitation exercise. അപ്പൊ ഈ ഡീലിമിറ്റേഷൻ എക്സർസൈസ് കഴിഞ്ഞാൽ അല്ലാതെ ഇന്ത്യയിൽ ഈ വിമൻ റിസർവേഷൻ നടപ്പാക്കാൻ പറ്റൂല. അപ്പോ ഈ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി വന്ന വിമൻ റിസർവേഷൻ നടപ്പാവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡീലിമിറ്റേഷൻ നടക്കണം. ഡീലിമിറ്റേഷൻ നടക്കണമെങ്കിൽ സെൻസസ് നടക്കണം. പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ഈ ഡീലിമിറ്റേഷൻ നടത്തണ്ട. അപ്പൊ പോപ്പുലേഷൻ ആണെങ്കിൽ എന്താ വേണം? സെൻസസ് വേണം. സെൻസസ് 2021 നടത്തേണ്ടതായിരുന്നു, ഒരിക്കലും നടത്തിയിട്ടില്ല. നടത്തുമായിരിക്കും ഉടനെ. എന്നാലേ 2029 ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ വിമന്റെ എണ്ണം 33% ആവുള്ളൂ ഇന്ത്യൻ പാർലമെന്റ് അകത്ത്. അപ്പൊ ആ നിയമത്തിന്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോ അതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്. പിന്നെ ന്യൂസ് പേജുകളിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നും ന്യൂസ് പേപ്പറിൽ ന്യൂസ് കുറവാണ്. ഈ പേജിൽ ഒരു കാര്യവും നമുക്ക് പറയാനുള്ളതല്ല. എല്ലാം കുറെയൊക്കെ പൊളിറ്റിക്കൽ ന്യൂസുകളും ടെററിസ്റ്റ് അറ്റാക്കുകളും ഒക്കെയാണ്. അതിനടുത്ത പേജിൽ പോകുമ്പം അതും അവിടെ അത് തന്നെയാണ് അവസ്ഥ. ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഇന്ത്യയുടെ 10 ഡോഗ്സും ഡെപ്യൂട്ടഡ് ആയെന്നൊരു ന്യൂസ് ഉണ്ട്. അത് ജസ്റ്റ് കണ്ടതോടെ പറഞ്ഞാലും നമുക്കൊന്നും എഴുതിയെടുക്കാനൊന്നുമില്ല. പിന്നെ ഇതിൽ ഒരു കാര്യം പറയാനുണ്ട്. സ്റ്റേറ്റ്സ് കനോട്ട് ടിങ്കർ വിത്ത് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ലിസ്റ്റ് സെയ്സ് SC എന്നൊരു ന്യൂസ് ഉണ്ട്. അതായത് സുപ്രീം കോടതി ഇത് പലതവണ ഈ വേർഡിക്റ്റ് വന്നിട്ടുള്ളത്. അത് എന്നിട്ട് വീണ്ടും സുപ്രീം കോടതിക്ക് അത് റീറ്ററേറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റുകളും ഈ പറയുന്നത് അതുപോലെ അനുസരിക്കാത്തത് കൊണ്ടാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 341 പ്രകാരം ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൾക്കാരുടെ ലിസ്റ്റ് ആണ് നോട്ടിഫൈ ചെയ്തേക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 341 പ്രകാരമാണ് ഇന്ത്യയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൾക്കാരുടെ ലിസ്റ്റ് നോട്ടിഫൈ ചെയ്യപ്പെട്ടേക്കുന്നത്. ആ ലിസ്റ്റിൽ എന്തെങ്കിലും ടിങ്കറിങ് നടത്താൻ
ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് യാതൊരു അവകാശവും ഇല്ല. അതായത് ഷെഡ്യൂൾ കാസ്റ്റ് ലിസ്റ്റിലേക്ക് പുതിയ ഷെഡ്യൂൾ കാസ്റ്റുകൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പൊ ഷെഡ്യൂൾ കാസ്റ്റ് ലിസ്റ്റിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഒരു കാസ്റ്റിനെ എടുത്ത് മാറ്റാനോ ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ വിചാരിച്ചാൽ പറ്റൂല. ദാറ്റ് പവർ റെസ്റ്റ് വിത്ത് അല്ലെങ്കിൽ വെസ്റ്റ് വിത്ത് പാർലമെന്റ് ഓഫ് ഇന്ത്യ ഓൺലി. സെൻട്രൽ ഗവൺമെന്റും അല്ല, ഇന്ത്യൻ പാർലമെന്റിനുള്ള അവകാശം. മനസ്സിലായോ? അതാണ് ആർട്ടിക്കിൾ 341 പ്രകാരം ഉള്ള ഇന്ത്യയുടെ ഷെഡ്യൂൾ കാസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും സ്റ്റേറ്റുകൾ ഇതിന്റെ അകത്ത് ഒരു ടാമ്പറിങ്ങോ ടിങ്കറിങ്ങോ ഒക്കെ നടത്തും. അതുകൊണ്ടാണ് സുപ്രീം കോർട്ടിന് ഇത് ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യേണ്ടി വരുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ കാപ്പെക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. കാപ്പെക്സ് എന്ന് പറഞ്ഞാൽ ഇത് ബിസിനസ് പേജ് ആണ്. ബിസിനസ് പേജിൽ ഒന്ന് വലുതായിട്ടൊന്നും പറയാമല്ലോ, 1-2 കാര്യങ്ങൾ പറയാണ്ട്. കാപ്പെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഇന്ത്യയിൽ GDP ഗ്രോത്തിന് ഭയങ്കര ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അതിനുള്ള മെയിൻ റീസൺ പബ്ലിക് ക്യാപെക്സ് ആണ്. എന്താണ് പബ്ലിക് ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ? പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദാറ്റ് മീൻസ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വാസ് ബീങ് ഡൺ ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അതാണ് പബ്ലിക് ക്യാപെക്സ്. പ്രൈവറ്റ് ക്യാപെക്സ് ഈസ് നോട്ട് അഡ്യൂക്കേറ്റ്. അതായത് പ്രൈവറ്റ് കമ്പനീസ് അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നില്ല. അത് അവർക്ക് പൂർണ്ണമായിട്ടും ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാരുടെ കൺസംഷനിലെയോ, നമ്മുടെ പ്രൈവറ്റ് കൺസംഷന്റെ ബേസിലാണ് പലപ്പോഴും ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതിലൊന്നും ഈ പ്രൈവറ്റ് കമ്പനീസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് ബിസിനസ്മെന്റിന് പൂർണ്ണ കോൺഫിഡൻസ് വരാത്തതുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ക്യാപെക്സ് കുറയുന്നത്. അപ്പൊ പബ്ലിക് ക്യാപെക്സും പക്ഷേ കഴിഞ്ഞ 2-3 മാസം കുറവായിരുന്നു. അത് സർക്കാരിന്റെ കുഴപ്പമൊന്നും അല്ല. എന്താ ഇത്രയും വലിയ ഇലക്ഷൻ നടത്തിയുണ്ടാവും. ഇലക്ഷൻ നടത്തുന്ന സമയത്ത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരും. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇംപ്ലിമെന്റ് ചെയ്യും, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വന്നാൽ പുതുതായിട്ട് വലിയ പോളിസി ഇനിഷ്യേറ്റീവ്സ് നടപ്പാക്കാൻ പാടില്ല. അപ്പൊ ഇന്ത്യയുടെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 6-7 ഫേസസ് ആയിട്ട് ഒരു ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ടാണ് നടത്തിയത്. അതുകൊണ്ട് കഴിഞ്ഞ 2-3 മാസം ക്യാപെക്സ് ഒന്നും പ്രോപ്പർ ആയിട്ട് നടന്നില്ല. അതിനെക്കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ ADB റീറ്റെയിൽസ് ഇന്ത്യസ് ഫിനാൻഷ്യൽ ഇയർ 25 GDP ഗ്രോത്ത് ഔട്ട്ലുക്ക് അറ്റ് 7%. സത്യത്തിൽ ADBയുടെ ന്യൂസ് എന്നെക്കാളും പ്രാധാന്യമുള്ള വേറെ ന്യൂസ് ഉണ്ട്, വേൾഡ് ബാങ്കിന്റെ ന്യൂസ്. വേൾഡ് ബാങ്ക് ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 7% ആയിരിക്കും. പക്ഷെ ഇവർ പറയുന്നേക്കാളും കൂടുതലാണ് സാധാരണ എപ്പോഴും വരാറുള്ളത്. അപ്പൊ ഇത് ഇന്നലെ ഈ 7%-നേക്കാളും കൂടുതലായിരിക്കും വർഷം. ADB എന്താണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. വേൾഡ് ബാങ്ക് വാഷിംഗ്ടൺ DC ഹെഡ്ക്വാർട്ടേഡ് ആണെങ്കിൽ ADB ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റലായ മനില ഹെഡ്ക്വാർട്ടേഡ് ആണ്. ADBയുടെ പ്രസിഡന്റിന്റെ പേര് ഞാൻ ഇന്നാൾ നിങ്ങൾ പറഞ്ഞായിരുന്നു, മസാത്സുഗു അസഗാവ എന്നാണ്. മസാത്സുഗു അസഗാവ, MASATSUGU, മസാത്സുഗു അസഗാവ, ASAKAWA. അതാണ് ADBയുടെ പ്രസിഡന്റ്. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് പേര് ഞാൻ മറന്നു. നമ്മളെ ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരൻ മീൻസ് ഇന്ത്യക്കാരനാവാൻ പറ്റത്തില്ല. എപ്പോഴും വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആവുന്നത് അമേരിക്കക്കാരനായിരിക്കും. പക്ഷെ ഇന്ത്യയിൽ ജനിച്ചു വന്ന ആളാണ്, ഇപ്പൊ അമേരിക്കൻ സിറ്റിസൺ ആണ്. നോയിക്കൊണ്ടാ മതി വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റിന്റെ പേര്. പിന്നെ വേറെ അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ വേൾഡ് പേജില് ഞാൻ ഇന്നലെ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന എന്റെ 2ാമത്തെ യൂട്യൂബ് ചാനലില് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടു. ആ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ട ഷോർട്ട് വീഡിയോയില് ഒരു ഇതെന്ന് പറഞ്ഞാല് ഇതായിരുന്നു, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതുവഴി ലോകത്തുണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയാലും സംഭവിക്കാൻ പോണ കാര്യങ്ങൾ. ഇതിന്റെ അകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ട്രംപ്സ് പിക്ക് ഓഫ് JD വാൻസ് ഫോർ വൈസ് പ്രസിഡന്റ് സിഗ്നൽ ഷിഫ്റ്റ് അവേ ഫ്രം യുക്രൈൻ വാർ. ഏതാണ്ട് ഉറപ്പാണ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആവും, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആവുമ്പോൾ JD വാൻസ് ആയിരിക്കും. ഇവരൊക്കെ രണ്ടുപേർക്ക് പല ഇഷ്യൂസിലും ഒരേ അഭിപ്രായമാണ്. അതുകൊണ്ടാണല്ലോ ട്രംപ് അങ്ങനെ റണ്ണിംഗ് മേറ്റായിട്ട് സെലക്ട് ചെയ്തത്. ഒരു കാര്യം യുക്രൈൻ വാറിൽ യുക്രൈൻ കഷ്ടപ്പെടാൻ പോയ കാര്യം. ആക്ച്വലി ഇവർക്ക് ഉള്ളുകൊണ്ട് റഷ്യയാണ് ഇഷ്ടം. യുക്രൈൻ ഇപ്പൊ ഫണ്ടിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മെയിൻലി അമേരിക്കയാണ്. ആ ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്തവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ യുക്രൈൻ യുദ്ധത്തിൽ മിസറബിളി പരാജയപ്പെടുമെന്ന് മാത്രമല്ല റഷ്യയായിട്ട് അവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡീലിലേക്ക് പോകേണ്ടി വരും. അത് ആണ് ഇതീ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും മാത്രമല്ല, ഇറാന് വലിയ പ്രശ്നം സൃഷ്ടിക്കും. ട്രംപ് കഴിഞ്ഞ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും ഇറാന് വലിയ പ്രോബ്ലം ആയിരുന്നു. അതുപോലെ ഇന്ത്യക്കും പ്രശ്നം ഉണ്ടാകും. കാര്യം പുള്ളി ആന്റി ഇമിഗ്രേഷൻ സ്റ്റാൻഡ് എടുക്കുന്നത്. പുള്ളി ഈ കുടിയേറ്റത്തിന് എതിരാണ്. അപ്പൊ ഇന്ത്യ എന്നുള്ള കുടിയേറ്റക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. നാറ്റോ പിരിച്ചുവിടണമെന്ന് അവർ പറഞ്ഞു. അല്ലെങ്കിൽ നാറ്റോ എല്ലാവരും ഒരേപോലെ ഫണ്ടിങ് കൊടുക്കണം. അമേരിക്കയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാറ്റോയ്ക്ക് എതിരാണ് ട്രംപ്. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ അതല്ല ഇതീ പറയുന്നത് യുക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ
പിന്നെ താഴോട്ട് വരുമ്പോ ബാക്ക് ചാനൽ ടോക്സ് വിത്ത് ചൈന അണ്ടർ വേ സേസ് ടിബറ്റൻ ലീഡർ. ടിബറ്റിന്റെ സ്പിരിച്വൽ ലീഡർ ആണല്ലോ ദലൈലാമയ്ക്ക് ഏതാണ്ട് 90 ആയി ഏജ്. അപ്പൊ ദലൈലാമയ്ക്ക് ഒരു പിൻഗാമിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ദലൈലാമയുടെ പിൻഗാമിയെ ചൈന തന്നെ സെലക്ട് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അവര്. പക്ഷെ അത് ടിബറ്റൻ ജനത എത്രത്തോളം അംഗീകരിക്കുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ജസ്റ്റ് പറഞ്ഞ. പിന്നെ ടൈഗർ വുഡ്സ് ഗോൾഫിൽ ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് പ്ലെയർ. ഗോൾഫ് എന്ന് പറയുന്ന ഗെയിമില് ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് പ്ലെയർ ആണ് ടൈഗർ വുഡ്സ്, അറിഞ്ഞിരിക്കുക. പിന്നെ സ്പോർട്സ് പേജ് പോകുമ്പോൾ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പല പല ന്യൂസുകളാണ്. ഇനി ഒളിമ്പിക്സ് ആണ് വരാൻ പോണം. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കാണാം. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ അതും ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോകുന്ന താരങ്ങളെ കുറിച്ചൊക്കെ തന്നെയാണ്. അതിനടുത്ത പേജ് വേണ്ട, അതൊരു ഇന്റർവ്യൂ ആണ്. അതിനടുത്ത പേജ് സയൻസ് പേജ്. അതിനടുത്ത പേജ് ഞാൻ ഇന്നലെ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് ഓർമ്മയില്ല. കർണാടകം ഒരു തീരുമാനം എടുത്തായിരുന്നു. കർണാടകത്തിലെ പ്രൈവറ്റ് മേഖലയിലെ മാനേജീരിയൽ ജോബുകൾ 50% അവിടുത്തെ കർണാടകക്കാർക്ക് റിസർവ് ചെയ്യണമെന്നും നോൺ മാനേജീരിയൽ ജോബുകൾ 70% കന്നഡക്കാർക്ക് റിസർവ് ചെയ്യണമെന്നായിരുന്നു. മാനേജീരിയൽ ജോബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും നല്ല ക്രീം ജോബുകളാണ്. അത് 50% കന്നഡക്കാർക്ക് മാത്രം. നോൺ മാനേജീരിയൽ ജോബാണെന്നുണ്ടെങ്കിൽ 70%. ഇത് പ്രൈവറ്റ് മേഖലയിലാണ് ഇത് കൊണ്ടുവന്നത്. എനിക്കത് അപ്പോഴേ അറിയാം ഇതൊരു ഐ വാഷ് ആണ്, ആൾക്കാരെ കണ്ണിപ്പൊടിയുള്ള പരിപാടിയാണ്. അപ്പൊ പ്രൈവറ്റ് കമ്പനീസ് ആരും അത് അംഗീകരിക്കത്തില്ല. അവർ വൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ ഇന്നലെ രാവിലെ മിനിഞ്ഞാന്ന് ഇത് അവതരിപ്പിച്ചു, ഇന്നലെ അത് വിത്ഡ്രോ ചെയ്തേക്കാണ്. ഐ വാഷ് ആണെന്ന് ഞാൻ പറയാൻ കാര്യം ഇത് കോടതി നിലനിൽക്കത്തില്ല. പറയാൻ കാര്യം BJP ഭരിക്കുന്ന ഹരിയാന ഗവൺമെന്റ് മനോഹർ ലാൽ, ഇപ്പൊ അവിടെ നയാബ് സിംഗ് സേനിയാണ് അവിടുത്തെ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ നയാബ് സിംഗ് സേനി. അവിടെ മനോഹർ ലാൽ ഖട്ടർ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഒരു സമയമുണ്ട്. മനോഹർ ലാൽ ഖട്ടർ അങ്ങേര് ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇതേ സംഭവം അവിടെ കൊണ്ടുവന്നു. അവിടുത്തെ പ്രൈവറ്റ് സെക്ടറിൽ ഇങ്ങനെ റിസർവേഷൻ അവിടുത്തെ ആൾക്കാർക്ക് ഹരിയാനക്കാർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ 50% എന്ന് പറഞ്ഞേക്കാം. കോടതി പോയി, കോടതിയെ തള്ളി. കോടതി പറഞ്ഞത് പറ്റൂലെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എഗെയിൻസ്റ്റ് ആണ് ഇതിൽ പല കാര്യങ്ങൾ. അത് മാത്രമല്ല, ഇതുകൊണ്ട് ഇൻഡസ്ട്രീസിന് കുറെ ബുദ്ധിമുട്ടുണ്ട്. ഈ നാട്ടിലുള്ളവനെ എടുക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളത് മലയാളിയാണെന്ന് കരുതിക്കോ. അവനെ എടുക്കാൻ പറ്റൂല, കാര്യം കന്നഡക്കാരന് റിസർവേഷൻ കൊടുത്ത് വെച്ചേക്കാണ്. അപ്പൊ അവരുടെ ക്വാളിറ്റിയെ അത് ബാധിക്കും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒത്തിരി ഉണ്ട് എൻ്റെ അകത്ത്, മനസ്സിലായോ? അപ്പൊ ഇത് അറിഞ്ഞിരിക്കുക. വേറെ ഈ പേജില് ന്യൂസുകളൊന്നും നമുക്ക് ആവശ്യമുള്ളതൊന്നുമല്ല. സ്റ്റേറ്റ്സ് പേജിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ നയാബ് സിംഗ് സേനിയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഇവിടെ. ഇതാണ് നയാബ് സിംഗ് സേനി, ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പം ഇന്നലെയും പറഞ്ഞ സുഖ്വീന്ദർ സിംഗ് സുഖു, ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു അമിത്ഷായുമായിട്ടൊരു മീറ്റിംഗ് നടന്നതാണ്. അമിത്ഷാ ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററും കോർപ്പറേഷൻ മിനിസ്റ്ററും ഒക്കെയാണ്. പിന്നെ പെരിയാർ ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. പെരിയാർ ടൈഗർ റിസർവ് എവിടെയാണ്? കേരളത്തിലാണ്. നമുക്കറിയാം ടൈഗർ റിസർവുകൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. അതിലൊരെണ്ണമാണ് പെരിയാർ ടൈഗർ റിസർവ്. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ന്യൂസുകൾ എന്ന് പറയുന്നത്. നമ്മൾ എന്നത്തെ പോലെ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമന്റ്സ് പറയുക, എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.